ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളി സംഗമം നടന്നു. ആർ.കെ. പുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ കുമ്മനം രാജശേഖരൻ, സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയും സുഷമ സ്വരാജിന്റെ മകളുമായ ബൻസുരി സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ആർ.കെ. പുരം സെക്ടർ 9-ൽ മലയാളി സംഗമം നടന്നത്. നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്ത ചടങ്ങിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിപക്ഷ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ചടങ്ങിൽ സംസാരിച്ച സന്ദീപ് വാര്യരും ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു. ഇന്നലെ വരെ പറഞ്ഞത് നാളെ രാവിലെ ഒരു മടിയുമില്ലാതെ മാറ്റി പറയാൻ സാധിക്കുന്ന, തൊലിക്കെട്ടിക്ക് ഒളിമ്പിക്സിൽ ഒരു മത്സരം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണ മെഡൽ നേടുമായിരുന്ന ഒരു മുഖ്യമന്ത്രി ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരാ ഉള്ളത്? അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെ വീരവാദങ്ങളാണ് ഡൽഹിയിൽ പറഞ്ഞത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത്? 1000 മൊഹല്ല ക്ലിനിക്കുകൾ തുടങ്ങി. 1000 മൊഹല്ല ക്ലിനിക്ക് ഇപ്പോൾ തുടങ്ങിയത്, ഇത്രയും വർഷത്തിനുള്ളിൽ ആകെ തുടങ്ങിയത് 200 ക്ലിനിക്കോ മറ്റോ ആണ്. അതിന്റെ സ്ഥിതി തന്നെ പലയിടത്തും വളരെ മോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ബിജെപിക്കായി പ്രചരണത്തിനുണ്ട്. കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി എന്നീ നേതാക്കളെയാണ് ഡൽഹിയിലെ പ്രചരണത്തിനായി ബിജെപി നിയോഗിച്ചത്. ജനം, ഡൽഹി.